ഈസ്റ്റർ ദിനത്തിൽ നടന്ന സ്ഫോടന പരമ്പരയെ തുടർന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. 6 ഇന്ത്യക്കാരും 4 അമേരിക്കക്കാരുമടക്കം 290 പേർ കൊല്ലപ്പെട്ട സ്ഫോടനത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന് ശ്രീലങ്ക അന്താരാഷ്ട്ര സഹായം തേടി. സ്ഫോടനം നടത്തിയവർക്ക് ഇന്ത്യയിലേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നാവികസേനയും കോസ്റ്റ് ഗാർഡും തീരപ്രദേശത്ത് സുരക്ഷ ശക്തമാക്കി. കൊച്ചിക്കടയിലെ സെന്റ് സെബാസ്റ്റ്യൻ ആൻഡ് ബറ്റിക്കോള ചർച്ചിലാണ് ഈസ്റ്റർ കുർബാനയ്ക്കിടെ വലിയ സ്ഫോടനമുണ്ടായത്. കൊളംബോയിലെ സെന്റ് ആന്റണീസ് ചർച്ച്, നെഗൊംബോയിലെ സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് എന്നിവിടങ്ങളിലും സ്ഫോടനമുണ്ടായി. ദേവാലയങ്ങളിൽ ഈസ്റ്റർ കുർബാനയ്ക്കിടെയായിരുന്നു സ്ഫോടനമുണ്ടായത്. ഞായറാഴ്ച രാവിലെ കുർബാനയ്ക്കിടെ 8:45 സ്ഫോടനമുണ്ടായതെന്ന് പോലീസ് വക്താവ് റുവാൻ ഗുണശേഖര പറഞ്ഞു. നെഗൊംബോയിലെ സെന്റ് സെബാസ്റ്റ്യൻ ചർച്ചിലാണ് രണ്ടാമത്തെ വലിയ സ്ഫോടനം നടന്നത്. അതേസമയം തന്നെയാണ് ഷംഗ്രീല ഹോട്ടൽ, സിനമൻ ഗ്രാൻഡ്, കിങ്സ്ബെറി ഹോട്ടൽ എന്നിവിടങ്ങളിലും സ്ഫോടനമുണ്ടായത്. സെന്റ് ആന്റണീസ്, സെന്റ് സെബാസ്റ്റ്യൻ പള്ളികളിൽ നടന്ന സ്ഫോടനത്തിലാണ് കൂടുതൽ ആളുകൾക്ക് പരിക്കേറ്റത്. 2 പള്ളികളിൽ നിരവധി തവണ സ്ഫോടനം നടന്നതായും പോലീസ് അറിയിച്ചു. പരിക്കേറ്റ വിദേശികൾ ഉൾപ്പെടെയുള്ളവരെ കൊളംബോ നാഷണൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈസ്റ്റർ ആഘോഷത്തിന്റെ ഭാഗമായുള്ള പ്രത്യേക പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്ഫോടനം നടന്നത്. അതുകൊണ്ട് തന്നെ പള്ളികളിൽ വലിയ ജനക്കൂട്ടവും ഉണ്ടായിരുന്നു. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നും വിദേശ ടൂറിസ്റ്റുകളും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നതായും ശ്രീലങ്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സ്ഫോടനം നടന്ന സ്ഥലങ്ങളുടെ നിയന്ത്രണം പോലീസ് ഏറ്റെടുത്തിട്ടുണ്ട്. കൂടുതൽ സ്ഫോടനങ്ങൾ ഉണ്ടാകുമോ എന്ന സംശയത്തെ തുടർന്ന് എല്ലാ പള്ളികളും അടച്ചിടാൻ ബിഷപ്പ് നിർദ്ദേശം നൽകി. സ്ഫോടനം നടന്ന സിനിമോൺ ഗ്രാൻഡ് ശ്രീലങ്കൻ പ്രധാനമന്ത്രി റെനിൽ വിക്രമസിംഗയുടെ ഔദ്യോഗിക വസതിക്ക് സമീപമാണ്. ഇവിടെയുണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. അതിനിടെ പുതിയ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ശ്രീലങ്കൻ പ്രധാനമന്ത്രി അടിയന്തര സുരക്ഷാ യോഗം വിളിച്ചു. കൊളംബോ നാഷണൽ ഹോസ്പിറ്റൽ അധികൃതർ നൽകുന്ന വിവരമനുസരിച്ച് 260ഓളം പേരെ അഡ്മിറ്റ് ചെയ്തതായി പറയുന്നു. സിയോൺ ചർച്ചിലുണ്ടായ സ്ഫോടനത്തിൽ പരിക്കേറ്റ 300ഓളം പേരും ചികിത്സ തേടിയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ശ്രീലങ്കയിലെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരുന്നതായി വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് അറിയിച്ചു. ശ്രീലങ്കൻ ഹൈക്കമ്മീഷനിൽ നിന്ന് വിവരങ്ങൾ തേടിയതായും സുഷമ സ്വരാജ് അറിയിച്ചു. ട്വിറ്ററിലായിരുന്നു വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. ഇതേക്കുറിച്ച് സംസാരിക്കാൻ ഹോളി ക്രോസ് ഫാമിലി മിനിസ്ട്രീസ് ഇന്റർനാഷണൽ ഡയറക്ടർ ഫാദർ പിൻഡോ പോൾ ഇപ്പോൾ നമ്മളോടൊപ്പം ലൈനിലുണ്ട്. ഫാദർ പിൻഡോ, വളരെ ദാരുണമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത് എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. അതിക്രൂരവും ഭയാനകവുമായ ആക്രമണമാണിത്. അതും ഈസ്റ്ററിന് പള്ളിയിലെത്തിയവർക്കെതിരെ. എങ്ങനെയാണ് സഭ ഇതിനെ കാണുന്നത്? ഈ ഈസ്റ്റർ ഞായറാഴ്ച ശ്രീലങ്കയിൽ സംഭവിച്ച അതിദാരുണമായ മനുഷ്യഹത്യ, അത് നമുക്കെല്ലാവർക്കും വളരെയധികം ദുഃഖകരവും മനുഷ്യ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്നതുമായ സംഭവമാണ്. Our hearts go out in prayer for all those victims. നിരപരാധികളായ മനുഷ്യർ, ജീവൻ നഷ്ടപ്പെട്ടവരെല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രത്യേകം ഇന്ന് പ്രാർത്ഥിക്കുന്നു. സഭ ഇതിനെ കാണുന്നത് മനുഷ്യ വ്യക്തികൾ, ദൈവം നമുക്ക് തന്നിട്ടുള്ള മാനുഷിക സ്വാതന്ത്ര്യം അത് തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നതായിട്ടാണ്. കാരണം ദൈവം നമുക്ക് ഫ്രീ വിൽ തന്നിരിക്കുന്നത് അത് നന്മ ചെയ്യുവാനാണ്. ആ നന്മ ചെയ്യുന്നതിന് പകരം നമ്മൾ മറ്റുള്ളവർക്ക് അത് തിന്മയ്ക്കായിട്ട് വ്യക്തിത്വ സ്വാതന്ത്ര്യത്തെ ഉപയോഗിക്കുന്നു. അത് ചിലപ്പം പല പ്രത്യേക ശാസ്ത്രീയങ്ങളുടെയും ബാക്ക്ഗ്രൗണ്ട് കൊണ്ടായിരിക്കാം. പക്ഷേ ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ചെയ്യാനുള്ള ഈസ്റ്റർ പോലത്തെ ഒരു ദിവസം അത് പ്രത്യാശയുടെ ദിവസമാണ്. അപ്പം ഈസ്റ്റർ നമുക്ക് കൊണ്ടുവരുന്നത് പ്രത്യാശയാണ്. ഇങ്ങനെയുള്ള ഈ ക്രൈസിസിൻ്റെ നടുക്കും നമുക്ക് പ്രതീക്ഷിക്കാം ദൈവം നമ്മളെ സഹായിക്കും. എങ്ങനെ ഈ ലോകത്ത് വീണ്ടും പ്രത്യാശയും സമാധാനവും സന്തോഷവും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും, അതാണ് അതിനുവേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഫാദർ, മതസ്ഥാപനങ്ങളാണ് ഇത്തരം ആക്രമണങ്ങൾക്ക് ടാർഗറ്റ് ആകുന്നത്. അത് ന്യൂസിലാൻഡിലായാലും ഇവിടെയായാലും ഏത് മതമായാലും. അതുകൊണ്ട് തന്നെ ഇതിനെ ലോക സമൂഹം കൂട്ടായല്ലേ നേരിടേണ്ടതാ? ന്യൂസിലൻഡിലായാലും ശ്രീലങ്കയിലായാലും നമ്മൾ കാണുന്നത് ഇതുപോലുള്ള മതസ്ഥാപനങ്ങളാണ് കൂടുതലും ഇങ്ങനെയുള്ള ആക്രമണങ്ങൾക്ക് ഇരയാകുന്നത്. ഇതൊരു ആഗോള പകർച്ചവ്യാധി ആയി മാറിയിരിക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മൾ ഒരു ഒറ്റപ്പെട്ട സംഭവം അല്ല ഒരു കണക്കിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇപ്പം നമ്മൾ കാണുന്നത് അത് ഒരു പകർച്ചവ്യാധി പോലെ അതിങ്ങനെ പല 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 രാജ്യങ്ങളിലേക്കും ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പം എവിടെ എന്ത് സംഭവിക്കാം എന്ന് നമുക്ക് പറയാൻ പറ്റില്ലാത്ത ഒരു ഭയങ്കര ഒരു ആങ്സൈറ്റി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണിത്. ഒരു വ്യക്തി നമ്മുടെ ശരീരത്തിൽ, ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു ചെറിയ മുറിവുണ്ടായാൽ അത് നമ്മുടെ മൊത്തം ശരീരത്തെ ബാധിക്കുന്നത് പോലെ ഇത് വി ആർ പാർട്ട് ഓഫ് ദ ഹോൾ. ഐ എക്സിസ്റ്റ്
just because I don't exist alone. ഞാൻ സ്വന്തമായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. I exist because of the other. അപ്പം ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു മതസമൂഹത്തിന് ഒരു ഏരിയയിൽ സംഭവിക്കുന്നത് അത് മറ്റുള്ള അതിൻ്റെ റിപ്പിൾ ഇഫക്ട്സ് മറ്റെല്ലാവർക്കും ഉണ്ടാകുന്നുണ്ട്. സോ the pain in one part affects the whole. ഫാദർ, ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്താണ് മനുഷ്യ സമൂഹം ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഗാന്ധിജി പറഞ്ഞ പോലെ തിങ്ക് ഗ്ലോബലി ആൻഡ് ആക്ട് ലോക്കലി. നമ്മൾ ആഗോളതലത്തിൽ ചിന്തിക്കണം, പക്ഷെ പ്രവർത്തിക്കേണ്ടത് നമ്മുടേതായ ബേസിക് യൂണിറ്റിലാണ്, ലോക്കലായിട്ടാണ്. കാരണം എല്ലാം ആരംഭിക്കുന്നത് കുടുംബങ്ങളിൽ നിന്നാണ്. വി ഓൾ ബിലോങ് ടു ഫാമിലി, ഇല്ലേ? ദ ബേസിക് യൂണിറ്റ് ഈസ് ദ ഫാമിലി. അപ്പോൾ കുടുംബങ്ങൾ മറ്റു കുടുംബങ്ങളുമായിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കണം, മറ്റുള്ള കമ്മ്യൂണിറ്റികളുമായിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കണം, മറ്റുള്ള അവർ ഓൺ കമ്മ്യൂണിറ്റീസ് ഓഫ് ഫെയ്ത്ത് ആൻഡ് ഓൾസോ അതർ കമ്മ്യൂണിറ്റീസ് ഓഫ് ഫെയ്ത്ത്. സ്വന്തം വിശ്വാസമുള്ള സമൂഹവുമായിട്ടും മറ്റുള്ള വിശ്വാസമുള്ള സമൂഹങ്ങളുമായിട്ടും നമ്മൾ വ്യക്തിബന്ധങ്ങൾ സ്ഥാപിക്കണം. അപ്പോൾ പിന്നെ സ്കൂളുകളായിട്ട്, പിന്നെ അത് ആ നെറ്റ്വർക്ക് ഓഫ് റിലേഷൻഷിപ്പ്. അപ്പോൾ നമുക്ക് ഏറ്റവും ബന്ധങ്ങളാണ് നമുക്ക് ഏറ്റവും ആവശ്യം. ഇപ്പോൾ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഈ ഫാമിലി ഡിസൻറ്റഗ്രേഷൻ, കുടുംബങ്ങളുടെ ഭദ്രത നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് കൂടുതലും സൊസൈറ്റിയിൽ അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള അതിൻ്റെ ഇഫക്ട്സ് ഉണ്ടാകുന്നത്. അപ്പം കുടുംബങ്ങളെ ഭദ്രതയ്ക്ക് വേണ്ടി നമ്മൾ കൂടുതലായിട്ട് പ്രവർത്തിക്കണം. ആ കുടുംബങ്ങളിൽ നിന്ന്, ദാറ്റ് ബേസിക് യൂണിറ്റ്, ആ ഫാമിലിയിൽ നിന്നാണ് നമ്മുടേതായ കോർ വാല്യൂസ് നമ്മൾ പഠിക്കുന്നത്. കോർ വാല്യൂസ് ഓഫ് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ജീവൻ്റെയും ആ ഒരു മൂല്യങ്ങൾ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നാണ്. അപ്പം വി മസ്റ്റ് ഡെവലപ്പ് ആറ്റിറ്റ്യൂഡ്സ് ഓഫ് ലവ്, ജസ്റ്റിസ് ആൻഡ് പീസ്. ഫാദർ, വിശുദ്ധ വാരത്തിൽ നടന്ന ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുന്നുണ്ടോ? പ്രാർത്ഥനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി. ഇന്ന് സഭ ഈ ശ്രീലങ്കയിൽ ജീവൻ നഷ്ടപ്പെട്ട ആ നിഷ്കളങ്കരായ മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു, അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ ആക്രമിച്ച ആ വ്യക്തികൾക്ക് വേണ്ടിയും അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം പ്രാർത്ഥനയിലൂടെയാണ് നമുക്ക് വീണ്ടും ഈ സമാധാനവും പ്രത്യാശയും കൊണ്ടുവരാൻ സാധിക്കുക. സോ the church stands with the people, all the people of goodwill, and pray for all these victims and those affected by this incident. വളരെ നന്ദി ഫാദർ പിന്റോ പോൾ, ഹോളി ക്രോസ് ഫാമിലി മിനിസ്ട്രീസ് ഇന്റർനാഷണൽ ഡയറക്ടർ, ഗ്ലോബൽ റിപ്പോർട്ടറിനോട് സംസാരിച്ചതിന്.